എന്റെ മോനെ ഈ വന്നല്ലോ. ഉമ്മാന്റെ കുട്ടിക്ക് കേക്കണോ ഓളിന്റെ കാട്ടി കൂട്ടിയ കാര്യങ്ങളൊക്കെ? അല്ലാ, ഓളിന്റെ എന്തൊക്കെയാണ് കാട്ടിയത് പഠിച്ചോനെ. ഏറ്റിയില്ലേ? നിങ്ങൾ ഏശണിത്തരൊന്നും ഓന്റെ അടുത്ത് നടക്കൂല. എനിക്ക് അളിയനെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റിയ ആളാ മൻസൂർ അളിയന്. നിങ്ങളെ കളിയെ ഞമ്മളോണ്ട് രണ്ടാളോണ്ട് വേണ്ട. ആലിക്കുട്ടിയമ്മോൻ സാറ്റേ. ആ അസംകുട്ടിയമ്മോനും എളാപ്പി മുമ്പേ സാറ്റേ. കിള്ള കുട്ടികള്. റസിയ, എപ്പോഴാ വന്നേ? ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ വന്ന് നിൽക്കുന്നത് ദാ നിന്റെ മുമ്പിലാ. ഇനി പറ, യഥാർത്ഥത്തിൽ എന്താ ഉണ്ടായത്? പറ മോളെ, എന്താ ഉണ്ടായത്? ഞാൻ രാവിലെ തുണിയൽക്കലും വിറകുകീറലൊക്കെ കഴിഞ്ഞ് മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അത് ശരി, ഇനിയും കഴിഞ്ഞില്ല എന്റെ മീൻ നന്നാക്കല്? ഇല്ലുമ്മ. ഇതുമല്ല ഇരിക്കുന്നതിന് മുമ്പേ അരിയായി അടുപ്പത്തിട്ടൂടെയോ? അതിനെങ്ങനെയാ? ചിന്ത പിടിയൊന്നല്ലോ. കുടുംബത്തിൽ കോണുള്ള തന്തയും തള്ളയും വേണം നല്ല പറഞ്ഞു കൊടുക്കാൻ. ഉമ്മ എന്നെ എന്ത് വേണേയും പറഞ്ഞോളെ. എന്തിനാ എന്റെ ഉപ്പാനും ഉമ്മാനും വെറുതെ പറയണ്? ആഹാ, നാവ് പന്താൻ തുടങ്ങി എനിക്ക്. അന്റെ തന്തക്കും തള്ളക്കും പറഞ്ഞ എന്താടി ഇനി മിണുങ്ങോ? ഉമ്മ, ഉമ്മാന്റെ ബാപ്പാക്കാണ് വിളിക്കണെങ്കില് ഉമ്മാക്ക് സഹിക്കോ? പടച്ചോനെ, ഈ ഉമ്മാനെ ബാപ്പാക്ക് വിളിച്ചാ? ഇതൊക്കെ കേട്ടിങ്ങനെ നിക്കാൻ മങ്ങള്? പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഓക്കൊരു ശല്യാണെങ്കിൽ ഞാൻ മയ്യത്തായി തരണോ? വേണോന്ന് കേട്ടില്ലടി ഉമ്മ പറഞ്ഞത്. അങ്ങനെ മതി എനക്ക്? ഞാൻ എന്താ താത്താ ചെയ്യണ്ടേ? കേട്ടില്ലടി, കേട്ടില്ലേ? ഞാൻ മയ്യത്താവാൻ ഓളെന്താ ചെയ്യേണ്ടതെന്ന്. ഓളെ കൈകൊണ്ട് മയ്യത്താണ് നല്ലത്. ഞാൻ സ്വയം മരിക്കലാണ്. അല്ലാ, എന്നോട് മയ്യത്താക്കി കൊണ്ടാ ഓളെ ചെയ്ത ഇങ്ങനെ ജീവിക്കാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യത്തിന്റെ കിടപ്പ്. നീ വിഷമിക്കണ്ട. എല്ലാം അറിയുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ. എല്ലാത്തിനും ഒരു പരിഹാരം അവൻ കാണിച്ചു തരും. മനസ്സൊരുക്കി പ്രാർത്ഥിക്ക്. നിന്റെ കെട്ടിയോനും വീട്ടുകാർക്കും നല്ല ബുദ്ധി കൊടുക്കാൻ. പ്രാർത്ഥനയ്ക്കൊന്നും ഒരു കുറവുമില്ല കാക്ക. പിന്നെ എന്റെ വിധി ഇതാണെന്ന് സമാധാനിച്ച് എല്ലാം ഉള്ളിൽ ഒതുക്കുക. ഉമ്മയും ബാക്കിയുള്ളവരും പോട്ടെ. മനാഫ്ക്കെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. സ്നേഹിച്ചില്ലെങ്കിലും ദ്രോഹിക്കാതിരുന്നാ മതി. അല്ലാതെ വേറെ ഒന്നും എനിക്ക് വേണ്ട കാക്ക. ഇതിപ്പോ കരച്ചിൽ മാറ്റാൻ വന്ന എന്നെ ഈ കരഞ്ഞു തോൽപ്പിക്ക? നല്ല പുതുമയായി. കരയല്ലേ? ഇവിടെ നീ ഒറ്റക്കാണ്, നിന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് നിനക്ക് തോന്നാതിരിക്കാനാണ് ഞാൻ വന്നത്. നിനക്കറിയാലോ, എന്റെ ഭാര്യ സെലീനയും ഇതുപോലെ കുറെ അനുഭവിച്ചിട്ടുണ്ട്. നിന്നെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഉമ്മയെ നന്നാക്കുന്നതിനേക്കാൾ എളുപ്പം നിന്നെ ആശ്വസിപ്പിക്കുന്നതാണ്. പോട്ടെ.